എനിക്ക് തന്നെ മുതലാളിയുടെ കാശ് വേണ്ട, എനിക്കല്ല കാണും വേണ്ട. പണിന്ന് മാറ്. അങ്ങനെ പോയാലോ? എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചെന്നിട്ട് പോ. എന്താ പ്രശ്നം? കാശ് കൊടുത്തെല്ലാം പറഞ്ഞുറപ്പിച്ച് കൊണ്ടുവന്നതാ. എന്നിട്ടിപ്പം വാക്ക് മാറിയാലോ? അങ്ങനെ വിടാൻ പറ്റൂ? എന്നാ പിന്നെ കാശ് വാങ്ങിക്കുമ്പോ പറയണ്ടേ സെയ്ദിന്റെ കൂടെ നീ ലോഡ്ജിലേക്ക് വരില്ലെന്നുള്ളത്? എന്നതാ ഇവിടെ പ്രശ്നം? നാറ്റ കേസാ സാറേ. ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് ഇവന്റെ കൂടെ വന്നാ ലോഡ്ജിലേക്ക്. ഇവിടെ ആളും ബഹളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. അയാള് കാശ് തിരിച്ചു ചോദിച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്നം. പട്ടാപ്പകര് വ്യവചാരമാണല്ലടാ റാസ്കൽ. സദാശിവ, ജീവിക്കല്ലോ. ഇങ്ങോട്ട് നടക്കണം. നിന്നോട് പ്രത്യേകം പറയണോടെ. ഹബീബേ, പിടിച്ചു കേട്ട്. തകർക്കപ്പെട്ടത് ഒന്നല്ല, 2 ജീവിതങ്ങൾ. മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു. മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി. ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും. കുറ്റബോധമോ വേദനയോ അല്ല, ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം. ഇങ്ങനെ ഇരുന്നിട്ട് എന്താ മോളെ? എന്റെ വിഷം അറിയാഞ്ഞിട്ടല്ല. എന്നാലും ജലവാനല്ലാതെ ഒത്തിരിപ്പിരുന്ന പോയൊരു തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി മകളെ. നേരത്തോടെ നേരെ ഒരിത്തി വെള്ളം ഇറക്കിയിട്ടല്ലേ കുട്ടി. ഇങ്ങനെ ഇരുന്ന് ഉള്ളു വേവിക്കാതെ എന്റെ മോളെ, നീ ഞാൻ പറഞ്ഞോന്ന് കേക്ക്. സാറേ, ഒന്ന് കാണാൻ വന്നതാ. എന്നതാ ഈ നേരത്ത്? പടച്ചോനെ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവം പൊറുക്കൂല തോന്നും.
ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല. ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ, ഈ നെഞ്ഞത്താ. അത് വീണടും പൊള്ളിപ്പോവും. അവള് കരളൊരുക്കി ഒന്ന് ശപിച്ചാൽ ഈ ജന്മം പാഴായി പോകും. നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. അവളെവിടെ? അകത്തുണ്ട്, കിടക്കുക. നിങ്ങൾ പുറത്തേക്കോ, ഇവിടെ വീട്ടുകാവലിന് ഞാൻ ആളെ ഏർപ്പാടായിക്കോളാം. മയ്യത്ത് അടക്കുന്നതിന് മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു. വൈകി. മംഗലാപുരത്തായിരുന്നു. കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു. ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിന്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം. നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ. മര്യാദക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും. നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്. ഒച്ച വെക്കണ്ട. നബീസ് താത്തനെ ഞാൻ പറഞ്ഞയച്ചു. എടീ, ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ മതി. മനസ്സിലായോടി? ആ മയ്യത്തിന്റെ മേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ. പക്ഷേ നീ സാറിനിപ്പോ എന്ത് വേണം? എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട. തനിറങ്ങിക്കോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വെളിച്ചത്തിൽ തീരുമാനിക്കാം. ഇതെന്റെ കാര്യം. ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. സാറ് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പോലീസുകാരന്റെ തോക്ക. ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയില്ല. അതുകൊണ്ട് മോനെ ഷെറീഫ, നീ ഇറങ്ങിക്കോ. സോളമന വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായിന്റെ മോനും അസമയത്ത് ഇവിടെ കയറി വരില്ല. പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഒന്നും വേണമെന്ന് വെച്ചില്ല. ഹലോ. സോളമന, ഞാൻ മംഗലാപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാവുള്ളത്. സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും. എന്നാ? രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും. ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാ. അവിടെ എത്തുമ്പോ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടറെ നമ്മുടെ ഏരിയ ഒന്ന് നോക്കിക്കൊള്ളണം. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ നോക്കിക്കൊള്ളാം. നമ്പർ എന്നാന്ന് പറ. സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു. ഒരു ചാണ്ടിക്കുഞ്ഞ്. എവിടെ? എന്നാടോ ഇവിടെ? സാർ അത്